പ്രണാമം. നമുക്ക് സീത അനസൂയ സംവാദത്തിലേക്ക് തന്നെ മടങ്ങാം. അസൂയാരഹിതയായ വൈദേഹി അനസൂയാദേവിയുടെ മൊഴികൾ കേട്ട് അഭിനന്ദിച്ചുകൊണ്ട് ഉത്തരമോദി, അവിടുന്ന് എന്നോട് ഇപ്രകാരം അരുളി ചെയ്തതിൽ എനിക്ക് യാതൊരു ആശ്ചര്യവും തോന്നുന്നില്ല. സ്ത്രീ സമുദായത്തിന് ഭർത്താവാണ് ദൈവതമെന്ന് എനിക്കറിയാം. ആചാര്യമര്യാദകളെ എൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ചാൽ കൂടി വ്യത്യാസ സമഭാവമില്ലാതെ ശുശ്രൂഷിക്കേണ്ടത് എൻ്റെ കടമയാണ്. സൽഗുണസമ്പന്നനും ദയാലുവാനും ജിതേന്ദ്രിയനും സ്നേഹനിധിയും ധർമ്മസ്വരൂപിയും മാതാപിതാക്കന്മാർക്ക് തുല്യപ്രിയനുമായ കണവനെ കുറിച്ച് പറയാനുണ്ടോ? കൗസല്യാദേവി സ്നേഹിക്കുന്നത് പോലെ തന്നെ മറ്റു രാജ്ഞിമാരും ദേവനെ സ്നേഹിക്കുന്നു. മഹാരാജ ദശരഥൻ ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യം പത്നിയായി സ്വീകരിച്ചവളെ പോലും അമ്മയെപ്പോലെ വിനയാന്വിതനായിട്ടാണ് എൻ്റെ ഭർത്താവ് കരുതുന്നത്. ശൂന്യമായ ഈ മഹാരണ്യത്തിലേക്ക് പുറപ്പെട്ടപ്പോൾ അമ്മ കൗസല്യാദേവി അരുളി ചെയ്തത് മുഴുവൻ എൻ്റെ ഹൃദയത്തിൽ മായാതെ തെളിഞ്ഞു കിടക്കുന്നുണ്ട്. വിവാഹ സന്ദർഭത്തിൽ അഗ്നികുണ്ഡ സമീപത്തിൽ വെച്ച് എൻ്റെ അമ്മ അരുളി ചെയ്തത് ഒരക്ഷരം പോലും ഞാൻ മറന്നിട്ടില്ല. ധർമ്മചാരിണിയായ അവിടുന്ന് ഇപ്പോൾ അമ്മമാരുടെ ഉപദേശങ്ങളെ ഒന്നുകൂടി പുതുക്കി. ഭർത്തശുശ്രൂഷണമാണ് ഉത്തമ സ്ത്രീയുടെ തപസ്, മറ്റൊന്നല്ല. സാവിത്രീദേവി പതിശുശ്രൂഷ കൊണ്ട് മാത്രം വിണ്ണേറി സസുഖം വസിക്കുന്നു. ഭർത്തൃപരിചരണം കൊണ്ട് അവിടുന്ന് ആ മട്ടിലായി കഴിഞ്ഞു. സ്ത്രീവർഗത്തിൻ്റെ തന്നെ നടുനായകമായി പ്രശോഭിക്കുന്ന രോഹിണീദേവി ഏണാങ്കനൊന്നിച്ച് വാനിൽ കാന്തി ചൊരിയുന്നതും വേറൊന്നുകൊണ്ടുമല്ല. പാതിവ്രതത്തിൽ ഉറച്ച ഉത്തമ സ്ത്രീരത്നങ്ങൾ സ്വപുണ്യകർമ്മത്താൽ വാനരോടെ ബഹുമാനത്തിന് അർഹരായിത്തീരുന്നു. സീതാദേവിയുടെ വാക്കുകേട്ട് സന്തുഷ്ടഹൃദയയായ അനസൂയാദേവി മൂർധാവിൽ മുകർന്നുകൊണ്ട് തുടർന്നു. അനേകം വ്രതങ്ങൾ എടുത്ത് സമ്പാദിച്ച മഹത്തായ തപസ് എനിക്കുണ്ട് സീതേ. ആ ശക്തി എടുത്തിട്ടാണ് നിന്നോട് ഞാൻ പറയുന്നത്. സുവ്രതയായ നിനക്ക് യോജിച്ച വാക്കുകളാണ് ഭംഗിയായി പറഞ്ഞത്. അതിലെനിക്ക് അതിരറ്റ സന്തോഷം തോന്നുന്നു. നിനക്ക് എന്തൊന്നാണ് ഞാൻ ചെയ്യേണ്ടത്? ആശ്ചര്യഭരിതയായ സീതാദേവി അവിടത്തേക്ക് സന്തോഷം തോന്നിയത് മാത്രം മതി എനിക്ക് എന്ന് വിനയായി ഉത്തരം പറഞ്ഞപ്പോൾ ധർമ്മജ്ഞയായ ദേവി അനസൂയ തുടർന്നു പറഞ്ഞു, സീത, എനിക്കുണ്ടായ സന്തോഷം ഞാനിതാ സഫലമാക്കി തീർക്കുന്നു. ഇതാ ദിവ്യവും ഉത്തമവുമായ മാലയും വസ്ത്രങ്ങളും ആഭരണങ്ങളും വൈദേഹി മികച്ച കുറിക്കൂട്ടും അംഗരാഗവും ഇതാ. ഈ ദിവ്യാംഗരാഗം ദേഹത്തിൽ പൂശിയാൽ സാക്ഷാൽ മഹാലക്ഷ്മി വിഷ്ണുവിനെ എന്ന പോലെ നീ ഭർത്താവിന് ശോഭയേകും. അനർഘങ്ങളായ ആ ദിവ്യ സമ്മാനങ്ങളെ ജാനകീദേവി വിനയപൂർവ്വം വാങ്ങി. അനശ്വര യശസ് കൈവന്ന ദേവി തപോനിധിയായ അനസൂയ സമീപത്തിൽ തൊഴുതുകൊണ്ട് ഇരുന്നു. ദൃഢവ്രതയായ താപസി വൈദേഹിയോട് മനോഹരമായൊരു കഥയെപ്പറ്റി തുടർന്നു ചോദിച്ചു. സീതെ, സ്വയംവരത്തിൽ വെച്ച് കീർത്തി കേട്ട രാമൻ നിന്നെ വരിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അന്ന് നിനക്ക് അനുഭവപ്പെട്ടതെല്ലാം വിസ്തരിച്ച് എന്നോട് പറയൂ. മൈഥിലീദേവി സസന്തോഷം തുടർന്നു. അവിടത്തേക്ക് അതെല്ലാം എൻ്റെ നാവിൽ നിന്ന് കേൾക്കാനാണ് ഇച്ഛയെങ്കിൽ പറയാം. വീരനായ ജനക മഹാരാജാവ് ധർമ്മത്തിൽ നിന്ന് അണുവും വ്യതിചലിക്കാതെ ക്ഷത്രിയർക്കു ഉചിതമായ മട്ടിൽ മിഥിലാ രാജ്യത്തെ ഭരിക്കുന്നുണ്ട്. ആ രാജഋഷി കരി പിടിച്ച് നിലം ഉഴുതപ്പോൾ ഭൂമി പിളർന്നു ഉണ്ടായവളാണത്രേ രാജകുമാരിയായ ഞാൻ. നിലമൊഴുത് വിത്ത് വിതയ്ക്കുവാൻ തുടങ്ങുമ്പോഴാണത്രേ പൊടി പുരണ്ട് കിടക്കുന്ന എന്നെ കണ്ട നൃപേന്ദ്രൻ വിസ്മയിച്ചത്. മക്കളില്ലാത്ത മഹാരാജാവ് എന്നെ എടുത്ത് മാറോടണച്ച് എൻ്റെ മകളാണ് ഇവൾ എന്നിങ്ങനെ വാത്സല്യങ്ങളോടെ പറഞ്ഞു. ആ സന്ദർഭത്തിൽ ദിവ്യമായ ഒരശരീരി ആകാശത്തു നിന്ന് ഉത്ഭവിച്ചു വന്നു അത്രേ. നരേന്ദ്ര, ഈ ബാലിക ധാർമ്മികമായി അങ്ങയുടെ പുത്രി തന്നെ. ഈ വാക്കുകൾ കേട്ട് ഹൃദയം കുളിർത്ത മിഥിലാധിപനായ അച്ഛൻ സന്തോഷാനുഗ്രഹത്തോടെ വസിക്കുന്ന പട്ടമഹിഷിയുടെ പക്കൽ എന്നെ ഏൽപ്പിച്ച് കൃതാർത്ഥനായി തീർന്നു. മാതൃതുല്യ സ്നേഹത്തോടെ രാജമഹിഷി എന്നെ വളർത്തി. വിവാഹപ്രായമെത്തിയ എന്നെ കണ്ട് അച്ഛന് ധനനാശം സംഭവിച്ച ദരിദ്രന് എന്ന പോലെ ദുഃഖവും ചിന്തയുമാണ് ഉണ്ടായത്. ഭൂമിയിൽ ഇന്ദ്രപദവി ഉണ്ടായാൽ കൂടി കന്യാപിതാവിന് സ്വതുല്യനായവനിൽ നിന്നും താഴ്ന്നവനിൽ നിന്നും ധിക്കാരം തന്നെ ഏൽക്കേണ്ടതായി വന്നേക്കാം. ചിന്തയിലാണ്ട അമരക്കാരൻ്റെ തോണി പോലെ അക്കരയ്ക്കെത്താതെ അച്ഛൻ ഉഴന്നു. അയോനിജയായ എനിക്ക് തുല്യനായൊരു ഭർത്താവിനെ ഭൂമിയിൽ കാണാതെ വിഷമിച്ച പിതാവിൻ്റെ അതിബുദ്ധിയിൽ പെട്ടെന്നൊരു യുക്തി ഉദിച്ചു. എൻ്റെ മകൾക്ക് സ്വയംവരം നടത്താം. വരുണദേവൻ നൽകിയിരുന്ന ഒരുവൻ വില്ലും അമ്പും ഒടുങ്ങാത്ത 2 ആവനാഴികളും രാജഭവനത്തിൽ പൂജിച്ചു വെച്ചിട്ടുണ്ട്. ക്ഷണിക്കപ്പെട്ട അനേകം രാജാക്കന്മാരുടെ മധ്യത്തിൽ ആ ദിവ്യചാപ സന്നിധാനത്തിൽ നിന്ന് സത്യവാദിയായ പിതാവ് ഇപ്രകാരം പറഞ്ഞു, ഈ വില്ലെടുത്ത്
കുലയേറ്റുന്ന ബലശാലി ആരോ ആ മഹാന്റെ ധർമ്മപത്നിയാണ് എൻ്റെ മകൾ. ഇതിന് സംശയമില്ല. മനുഷ്യന്മാർക്ക് അനക്കുവാൻ പോലും സാധിക്കാത്തതാണ് ആ ചാപം. സ്വപ്നത്തിൽ കൂടി കുലയ്ക്കുവാൻ ഭൂപാലകർക്ക് അസാധ്യമായിട്ടുള്ളതാണ്. മാമല പോലെ കനത്തോടു കൂടിയ വില്ലിനെ ഒന്നനക്കുവാൻ കൂടി സാധിക്കാതെ വന്ദിച്ചുകൊണ്ട് നരപാലകന്മാർ പിന്മടങ്ങി. ദിവസങ്ങൾ ഓരോന്നായി അനേകം പിന്നിട്ടു. വിശ്വാമിത്ര ബ്രഹ്മർഷിയോടുകൂടി സത്യപരാക്രമിയായ ശ്രീരാമദേവനും അനുജൻ ലക്ഷ്മണനും യജ്ഞം കാണുവാൻ മിഥിലയിൽ വന്നു. എൻ്റെ അച്ഛനാൽ സൽകൃതനായ മാമുനീന്ദ്രൻ സംപ്രീതനായി കുമാരന്മാരെ സമീപത്തു നിർത്തി അരുളി ചെയ്തു. ദശരഥപുത്രന്മാരാണ് ഇവർ. ഇവിടെയുള്ള ദിവ്യധനസ് കാണുവാൻ ആഗ്രഹിക്കുന്നു. രാജപുത്രനായ രാമന് അത് കാണിച്ചു കൊടുക്കൂ. ബ്രഹ്മർഷിയുടെ നിർദ്ദേശമനുസരിച്ച് വില്ല് അവിടേക്ക് കൊണ്ടുവന്നു. ഒരൊറ്റ നിമിഷം അമിതബലവാനായ ശ്രീരാമചന്ദ്രൻ വില്ലെടുത്ത് വളച്ച് ഞാൻ കെട്ടിക്കഴിഞ്ഞു. ഞാൻ കെട്ടുവാൻ വളച്ചപ്പോഴുണ്ടായ കയ്യൂക്കിനാൽ ഇടിനാദം പോലെ ചാപം രണ്ടായി മുറിഞ്ഞു. സത്യവാക്ക് ഓതിയിരുന്ന പിതാവ് ഉടനെ എന്നെ നൽകുവാൻ ഉറച്ച് ജലമെടുത്തു. ഉദകപൂർവം എന്നെ ദാനം ചെയ്യുവാൻ അച്ഛൻ ആഗ്രഹിച്ചെങ്കിലും ശ്രീരാഘവൻ അതിന് അനുവദിച്ചില്ല. മഹാപ്രഭുവും അയോധ്യാപതിയുമായ പിതാവിൻ്റെ അഭിപ്രായം അറിയാതെ ഒന്നും ചെയ്യുവാൻ ആഗ്രഹിച്ചില്ല. എൻ്റെ പിതാവ് ഉടനെ മഹാരാജ ദശരഥ സമീപത്തിലേക്ക് ആളെ അയച്ചു. പൂർണ്ണ സമ്മതത്തോടെ എന്നെ വിവാഹം കഴിച്ചു കൊടുത്തു. എൻ്റെ അനുജത്തിയായ പതിവ്രതാരത്നം ഊർമിളയെ അനുജൻ ലക്ഷ്മണനും എൻ്റെ അച്ഛൻ അത്യാനന്ദത്തോടെ ഉദകപൂർവം ദാനം ചെയ്തു. ഇപ്രകാരമാണ് സ്വയംവരത്തിൽ എന്നെ ശ്രീരാമചന്ദ്രൻ സ്വീകരിച്ചത്. വീരനിധികളായ മണവാളനിൽ ധാർമ്മികമായ ദൃഢാനുരാഗമാണ് എനിക്കുള്ളത്. ധർമ്മജ്ഞയായ അനസൂയാദേവി ഉത്തമോത്തമമായ ഈ കഥ കേട്ടപ്പോൾ ജാനകി ദേവിയെ കെട്ടിപ്പിടിച്ച് മൂർധാവിൽ ചുംബിച്ചുകൊണ്ട്, മധുരവും വിചിത്രവുമായ കഥ സുസ്പഷ്ടമായ അക്ഷരങ്ങളോടുകൂടി നീ പറഞ്ഞത് ശ്രദ്ധയോടെ ഞാൻ കേട്ടു. മധുരഭാഷിണിയായ സീതേ, നിന്റെ സ്വയംവര കഥയിൽ ഞാൻ അത്യധികം രസിച്ചു. സുവർണ വർണ്ണരശ്മികളെ മറച്ചുകൊണ്ട് സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുകയായി. നന്മയെഴുന്ന രാത്രി ഇതാ വരുന്നു. പകലിൽ ഇര തെണ്ടുവാൻ പോയ പക്ഷികൾ അന്തിക്ക് ഉറങ്ങുവാൻ വേണ്ടി കൂട അണയുമ്പോഴുള്ള ശബ്ദവും മാമുനികൾ നീരാടി കുടമെടുത്തുകൊണ്ടുവരുന്ന ശബ്ദവും ഇതാ കേൾക്കുന്നു. തപസ്വികൾ അഗ്നിഹോത്രം ചെയ്യുന്നതിൽ നിന്ന് കബോധവർണ്ണത്തിലുള്ള ധൂമമിത ഉയരുന്നു. ഇലകൾ ചുരുങ്ങിയ മാമരങ്ങളിൽ ഈ പുക ഉയർന്ന് ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ പത്രാവലികൾ നിറഞ്ഞ വൃക്ഷങ്ങളാണെന്നേ തോന്നും. രാത്രി സഞ്ചാരികളായ മൃഗങ്ങൾ ഇറങ്ങിത്തുടങ്ങി. ഹോമവേദിത്തറയിൽ ആശ്രമാനുകൾ കിടക്കുന്നു. നക്ഷത്രങ്ങൾ പതിച്ച ചന്ദ്രികയാകുന്ന പുതപ്പു ധരിച്ച് ചന്ദ്രൻ ആകാശവീതിയിൽ എത്തിക്കഴിഞ്ഞു. രാമസമീപത്തേക്ക് ശുശ്രൂഷ തൽപരയായ നീ പോകൂ. നിനക്ക് ഞാൻ സമ്മതമേകുന്നു. നിന്റെ അമൃത നിഷ്യന്ധയായ വാക്കുകളാൽ ഞാൻ അതീവ സന്തുഷ്ടയാണ്. നിനക്ക് ഞാൻ ഏകിയ വസ്ത്രാഭരണങ്ങളാൽ ഞാൻ കാണുകെ തന്നെ നീയൊന്ന് അലങ്കരിക്കൂ. ആ കാഴ്ച എന്നെ വളരെ ആനന്ദിപ്പിക്കും. താപസേശ്വരിയുടെ നിർദ്ദേശമനുസരിച്ച് അലംകൃതയായ മൈഥിലി താണു തൊഴുത് ശ്രീരാമ സവിധത്തിലെത്തി. സർവാലങ്കാരയുക്തയായി മഹാദേവിയെപ്പോലെ പ്രശോഭിക്കുന്ന പത്നിയെ കണ്ട രഘുനായകൻ അനസൂയാദേവിയുടെ സമ്മാനങ്ങളിൽ അനുമോദം പ്രകടിപ്പിച്ചു. എല്ലാ വർത്തമാനങ്ങളും വൈദേഹി അറിയിച്ചു. മഹാപ്രഭുവായ കാകുത്സ്ഥനും മഹാരഥനായ ലക്ഷ്മണനും അതു കേട്ടപ്പോൾ അമരദുർലഭമായ അനസൂയ സൽക്കാരത്തിൽ ആനന്ദിച്ചു. പൂർണ്ണചന്ദ്രവദനനായ ശ്രീരാമദേവൻ ആ പുണ്യരാത്രി സിദ്ധതാപസ സൽക്കാരത്തിൽ കൃതാർത്ഥനായി. ദിനനാഥൻ ഉദയാദ്രി അണഞ്ഞു. സ്നേഹഹോമാദികൾ കഴിഞ്ഞു വിശ്രമിക്കുന്ന മാമുനിമാരോട് രാജനന്ദനന്മാർ വിട ചോദിച്ചു. ധാർമ്മികവര്യന്മാരായ യതീശ്വരർ, ഭീകര ശരീരികളായ അരക്കന്മാർ പല രൂപത്തിലും ഈ വനത്തിൽ സ്വച്ഛന്ത വിഹാരം നടത്തുന്നു. മനുഷ്യരെയാണ് അവർ ഭക്ഷിക്കുക. രക്തപാനം ചെയ്യുന്ന മൃഗങ്ങളും ധാരാളം. ഉച്ഛിഷ്ടത്താലും ഉപദ്രവത്താലും അവരുടെ ബാധയേറ്റുകൊണ്ട് വസിക്കുകയാണ് തപസ്വികൾ. ഹേ രഘുനന്ദന, അത് നിർത്തിത്തരണം. യതിവര്യന്മാർക്ക് കായ്ക്കനികൾ കൊണ്ടുവരുവാൻ വനമധ്യത്തിലേക്ക് പോകുന്ന വഴിയാണ് ഇത്. ദുർഗമാരണ്യത്തിലേക്ക് ഈ മാർഗത്തിൽ കൂടി പോകാം. വിപ്രന്മാരും മഹർഷിമാരും കൈകൂപ്പി ഇപ്രകാരം പറഞ്ഞ് മംഗളാശസ്സു നൽകി. കാർമേഘ നിരയിലേക്ക് കർമ്മസാക്ഷി എന്നതുപോലെ ശ്രീരാമചന്ദ്രൻ ഗഹനവനത്തിലേക്ക് സീതാലക്ഷ്മണ സമേതനായി നിർഗമിച്ചു. ആർക്കും ജയിക്കുവാൻ സാധിക്കാത്തവനും ധീരനുമായ ശ്രീരാമചന്ദ്രൻ അതിഗഹനമായ ദണ്ഡകാരണ്യത്തിലെത്തി. സത്യലോകത്തിലെ ബ്രഹ്മഭവനം പോലെ പ്രശോഭിക്കുന്ന താപസാശ്രമ സമൂഹം കുതൂകം കണ്ടു. സർവത്ര ആളി ജ്വലിക്കുന്ന ബ്രഹ്മശ്രീ അങ്ങിങ്ങ് ചിന്നിച്ചിതറിക്കിടക്കുന്ന ദർഭപ്പുല്ലുകളും മരപുരികളും ആ പുണ്യപ്രദേശം തന്നെ ആർക്കും നോക്കുവാൻ സാധിക്കാത്തത്ര ജ്വലിച്ചുകൊണ്ട് ആകാശത്തിൽ തിളങ്ങുന്ന സൂര്യദേവനെ പോലെ തിളങ്ങുന്നു. ഏതൊരു പ്രാണിക്കും അഭയകേന്ദ്രമാണ് അവിടം. പരിപാവനമായ പരിസരം
കൂട്ടം കൂട്ടമായി മേയുന്ന മാനുകൾ, കണ്ണിനും കാതിനും ആനന്ദമേകുന്ന പക്ഷിഗണങ്ങൾ, അപ്സര സ്ത്രീകൾ എപ്പോഴും പൂജാനൃത്തങ്ങൾ ചെയ്യുന്നതുകൊണ്ട് മുഖരിതം. വിശാലങ്ങളായ ഹോമപുരകളിൽ മാന്തോലുകളും പാത്രങ്ങളും ദർഭകളും തണ്ണീർക്കുടങ്ങളും ചമതകളും കായ്ക്കനികളും അതാതിടങ്ങളിൽ സുലഭമായിട്ടുണ്ട്. ബലി ഹോമ പൂജാദികളാൽ പുണ്യസംവർദ്ധകമായ ആ പ്രദേശത്തിലെ കാട്ടുവൻമരങ്ങളിലുള്ള പഴങ്ങൾ അതിസ്വാദുള്ളവയാണ്. ആ അന്തരീക്ഷത്തിൽ മാറ്റൊലി കൊള്ളുന്നത് ദേവകോശങ്ങൾ, ചുറ്റുപാടുമുള്ള സരസ്സുകളിൽ താമരപ്പൂ നിറഞ്ഞ നിർമ്മലജലം, ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത് മാന്തോലോ മരവുരിയോ ധരിച്ച് തപോനിഷ്ഠയിൽ ഇരിക്കുന്നവരും വയോവൃദ്ധരുമായ മാമുനീശ്വരന്മാർ സൂര്യാഗ്നി സദൃശരായി പ്രശോഭിക്കുന്നു. ആത്മനിർവൃതികരങ്ങളായ വാക്കുകൾ മാത്രമേ നിയതാഹാരന്മാരായ ആ പുണ്യ ഋഷികളിൽ നിന്ന് പുറപ്പെടുകയുള്ളൂ. ബ്രഹ്മജ്ഞാനികളായ മഹാബ്രാഹ്മണർ ആ സ്ഥലത്തു നിന്നുകൂടി നിർവൃതി അരുളുന്നു. സംസാരബന്ധം അകറ്റുന്ന ആശ്രമ കവാടത്തിലേക്ക് ഞാണഴിച്ച വില്ലേന്തിയ ദേവദേവൻ വിനയാന്യുതനായി പ്രവേശിച്ചു. കൺകുളിർക്കെ എല്ലാം കണ്ടു. ദിവ്യജ്ഞാനികളായ മഹർഷിവര്യന്മാർ ഉദയചന്ദ്രസുന്ദരനായ ശ്രീരാമദേവനെയും അനശ്വര യശസ്സാർന്ന സീതാദേവിയെയും പുരുഷോത്തമനായ ലക്ഷ്മണകുമാരനെയും സസന്തോഷം ആശീർവാദങ്ങൾ അരുളി എതിരേറ്റു. ഭാവനയിൽ കൂടി കാണുവാൻ കഴിയാത്ത ലക്ഷണങ്ങൾ ആ സുകുമാര ശരീരത്തിൽ ഒത്ത് ഇണങ്ങിയപ്പോഴുണ്ടായ സൗകുമാര്യവും അഴകും ആ വനവാസികൾ കണ്ണിമ വെട്ടാതെ നോക്കി. ആശ്ചര്യജനകമായ രൂപശ്രീയോട് കൂടിയ ജാനകീദേവിയെയും സൗമിത്രിയെയും ലോകങ്ങൾക്കെല്ലാം എപ്പോഴും ഹിതം അരുളുന്ന ദാശരഥിയെയും അതിഥികളായി സിദ്ധിച്ചതിൽ ജന്മസാഫല്യം പോലും കിട്ടിയതായി മാമുനികൾ കരുതി. സുരഭില കുസുമങ്ങളും കാട്ടുകായ്കനികളും ഒത്ത് തപസ്സികൾ ശ്രീ സീതാരാമലക്ഷ്മണന്മാരെ വിധിപ്രകാരം പൂജിച്ച് സ്വാഗതമേകി പർണശാലയിൽ ഇരുത്തി. അഗ്നിതുല്യരും ധർമ്മിഷ്ഠരുമായ അരണ്യവാസികൾ മഹാത്മാവായ രാമചന്ദ്രന് പാർപ്പിടങ്ങൾ ഉണ്ടാക്കിക്കൊടുത്തു. തൊഴുതുകൊണ്ട് പറഞ്ഞു, അതുല്യ യശസ്സാർന്ന അങ്ങ് ധർമ്മസംരക്ഷകനാണ്. ഞങ്ങൾക്ക് അഭയം അരുളുന്നവനും അരജനും ഗുരുവും സംഭൂജിനും മറ്റാരുമല്ല ദേവേന്ദ്രൻ്റെ 4/7 ഭാഗം രാജാവുള്ളതിനാൽ ലോകങ്ങൾ മുഴുവൻ നമസ്കരിക്കുന്നു, ഉത്തമ ഭോഗങ്ങൾ ആസ്വദിക്കുന്നു. അങ്ങയുടെ നാട്ടിലാണ് ഞങ്ങൾ വസിക്കുന്നത് രാമ. അങ്ങ് പട്ടണത്തിലോ കാട്ടിലോ താമസിച്ചാലും ഞങ്ങളുടെ നൃപനുമാണ്. അങ്ങാണ് ഞങ്ങളെ രക്ഷിക്കേണ്ടത്. ദണ്ഡനീതിയെയും ക്രോധത്തെയും ഉപേക്ഷിച്ച് ഇന്ദ്രിയങ്ങളെ ജയിച്ച് തപോധനം ആർജിക്കുന്ന ഞങ്ങൾ അങ്ങയുടെ മക്കളെപ്പോലെയാണ്. പ്രാണതുല്യരായ സഹോദരനോടും ധർമ്മപത്നിയോടും കൂടി വിളങ്ങുന്ന ലോകപാലകനെ അഗ്നിതുല്യരും ന്യായവൃത്തന്മാരുമായ സിദ്ധതാപസന്മാർ ഉത്തമ കായികനികളാലും പുഷ്പങ്ങളാലും പൂജിച്ചു, യഥാവിധി സ്വീകരിച്ചു. ആ രാത്രി ഋഷീശ്വരന്മാരുടെ അതിഥികളായി ആനന്ദപൂർണരായി ദശരഥനന്ദനന്മാർ മൈഥിലി ഒന്നിച്ച് കഴിച്ചു. ഉഷകാലത്ത് ഉണർന്നെഴുന്നേറ്റ രാജകുമാരൻ മാമുനികളോട് യാത്ര ചൊല്ലി വനാന്തർഭാഗത്തിലേക്ക് നടന്നു നീങ്ങി. പുലകൾ, ചെന്നായകൾ തുടങ്ങിയ അനേകവിധ മൃഗങ്ങൾ, ഇടിഞ്ഞു പൊളിഞ്ഞ തീരപ്രദേശങ്ങളാൽ ദർശനത്തിൽ തന്നെ ഭയജനകങ്ങളായ സരസ്സുകൾ, വീണു ചതഞ്ഞ മരങ്ങൾ, പൊന്തകൾ, വള്ളികൾ, നിശബ്ദത കൊണ്ട് ഭീകരങ്ങളായ പക്ഷിസമൂഹങ്ങൾ, ചിഗടുകളുടെ കർണഭേദകമായ നാദങ്ങൾ, ഇങ്ങനെ അതിഗഹനമായ വനാന്തർഭാഗം ലക്ഷ്മണകുമാരനാൽ അനുഗമനം ചെയ്യപ്പെടുന്ന ശ്രീരാമചന്ദ്രൻ കണ്ടു. സീതാസമേതനായ ദാശരഥി ക്രൂര ജന്തുപൂരിതമായ ആ ആരണ്യ മധ്യത്തിൽ മനുഷ്യഭക്ഷകനായൊരു രാക്ഷസനെ നേരിട്ട് കണ്ടു. കുഴിഞ്ഞ കണ്ണുകൾ, വലിയ വായ, വിശാലവും നിരപ്പില്ലാത്തതുമായ ഉദരം, ഏതൊരു ധീരഹൃദയവും ചകിതമാകത്തക്ക ദേഹദൈർഘ്യം, മജ്ജ നിറഞ്ഞതും രക്തമൊഴുകി ഈറനായതുമായ പുലിത്തോൽ, സകല ജീവജാലങ്ങൾക്കും ഭയമേകുന്ന യമനെ പോലുള്ള തുറന്ന വായ, 3 സിംഹങ്ങൾ, 2 ചെന്നായ്ക്കൾ, 4 പുലികൾ, 10 പുള്ളിമാനുകൾ, വസ പറ്റിപ്പിടിച്ചതും ചീർത്തതുമായ ഒരു ആനത്തല, ഇവകളെല്ലാം കോർത്ത് ഒരു ഇരുമ്പ് ശൂലം, ദിക്കുകൾ കൂടി നടുങ്ങത്തക്ക അലർച്ച, ഇങ്ങനെ ദർശനത്താൽ തന്നെ ഭയമൂർച്ഛിതനാകത്തക്ക വികൃതരൂപം എന്ന നക്തഞ്ചരൻ ശ്രീരാമലക്ഷ്മണന്മാരോട് കൂടി വരുന്ന വൈദേഹിയെ കണ്ടപ്പോൾ മരണസമയത്ത് ജീവികളുടെ അടുത്തെത്തുന്ന അന്തകനെ പോലെ പാഞ്ഞടുത്ത് അതിഘോരമായി അലറി സീതാദേവിയെ എടുത്ത് ഒക്കത്ത് വെച്ച് ഭൂമി കുലുങ്ങത്തക്ക വിധം പിൻവാങ്ങി അതികോപത്തോടെ പറഞ്ഞു, ജഡാവൽക്കലങ്ങൾ ധരിച്ച നിങ്ങൾ പത്നിയോടുകൂടി ആയുസ് അവസാനിച്ചതിനാലാണ് വാള്, വില്ല് തുടങ്ങിയവ ആയുധങ്ങൾ ധരിച്ച് ദണ്ഡകാരണത്തിലേക്ക് വന്നത്. തപസ്വിമാരായ നിങ്ങൾക്ക് ഭാര്യ എന്തിന്? സ്ത്രീയോടുകൂടി എങ്ങനെയാണ് ജീവിക്കുക? ദുഷ്ടന്മാരും അധാർമികരും കള്ളം മുനികളുമായ നിങ്ങൾ ആരാണ്? വിരാതൻ എന്ന കീർത്തിയേറിയ പേരാണ് എൻ്റെ. രാക്ഷസ വംശത്തിൽ ജനിച്ചവനാണ് ഞാൻ.
ദുർഗമമായ ഈ വനത്തിൽ ആയുധധാരിയായി സഞ്ചരിക്കുന്ന ഞാൻ മാമുനിമാരെ നിഗ്രഹിച്ച് ആ മാംസം ഭക്ഷിക്കുന്നു. അതിസുന്ദരിയായ ഇവൾ എൻ്റെ ഭാര്യയായി തീരും. നിങ്ങളുടെ ചുടുനിണം ഞാൻ കുടിക്കും. കൂസലില്ലാതെ ഇപ്രകാരം പറഞ്ഞ് അലറുന്ന വിരാതൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ജാനകീദേവി കാറ്റിൽ വാഴ പോലെ വിറച്ചു തുടങ്ങി. സതീരത്നമായ സീതാദേവിയെ രാക്ഷസന്റെ ഒക്കത്തു കണ്ട് ശ്രീരാഘവൻ വരണ്ട മുഖത്തോടെ സുമിത്രാനന്ദനോട് പറഞ്ഞു, അനുജ ലക്ഷ്മണ, നോക്കൂ, മിഥിലാധിപന്റെ പുത്രി, എൻ്റെ പത്നി, ചാരിത്രശാലിനിയായ സീത അതിദുഷ്ടനായ വിരോധൻ്റെ ഒക്കത്താണ്. സർവ്വസുഖങ്ങളുടെയും മധ്യത്തിൽ വളർന്നവളാണ് വിദേഹപുത്രി. ചെറിയമ്മ കൈകേയി എന്താഗ്രഹിച്ചാണോ പിതാവിൽ നിന്ന് വരം വാങ്ങിയത്, അത് ഇപ്പോൾ സഫലമായി കഴിഞ്ഞു. ഭരതൻ്റെ രാജ്യപ്രാപ്തിക്ക് കൊണ്ട് മാത്രം തൃപ്തയാകാതെ പ്രജകൾക്ക് ഇഷ്ടനാണെങ്കിലും എന്നെ കാട്ടിലേക്ക് അയച്ചു. മധ്യമ മാതാവ് ഇന്ന് സംതൃപ്തയായി തീർന്നു. സംശയമില്ല, സ്വരാജ്യാപഹരണം, പിതൃമരണം ഇവയേക്കാൾ എൻ്റെ ഹൃദയത്തെ ബാധിക്കുന്നത് സീതയെ മറ്റൊരാൾ സ്പർശിക്കുന്നു എന്നുള്ളതാണ്. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.